Hi everyone. Today we are going to discuss regarding nasal septum and default. So we know that nasal septum is made up of cartilaginous and bone. So first condition is fracture of nasal septum. What do you mean by a fracture? A fracture is something a breakdown of the bone. So fracture of nasal septum is a broken or cracked bone in the nose. That is the definition of fracture of nasal septum. Then causes are main causes എന്ന് പറയുന്നത് ട്രോമയാണ് മെയിൻ ആയിട്ടുള്ള കോഴ്സ്. സോ ട്രോമ ക്യാൻ ബി a sports injury, accident or a fight. So എന്താണ് അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്തൊക്കെയാണ്? ബ്ലീഡിങ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാവും, പിന്നെ അനോസ്മിയ, എപ്പിക് ഫ്രാക്ചർ ഒക്കെയാണ് അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. വി ക്യാൻ മൂവ് ഓൺ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് പ്രോംപ്റ്റ് മാനേജ്മെൻ്റ് ആണ് അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. സോ ഏർലി റെക്കഗ്നേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ സെപ്റ്റം ഇഞ്ചുറീസ് ഇസ് എസെൻഷ്യൽ. എത്ര പെട്ടെന്ന് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. സോ പിന്നെ ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് dislocated or fractured fragments should be repositioned and supported between mucoperichondrial flaps. ഈ ഫ്രാക്ചേർഡ് ആയിട്ടുള്ള ബോണ് റീപൊസിഷൻ ചെയ്യുകയാണ് മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. റീപൊസിഷനിങ് ദ ഡിസ്ലൊക്കേറ്റഡ് ബോൺ ഇസ് എ മെയിൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ഫ്രാക്ചർ ഓഫ് നേസൽ സെപ്റ്റം. ഏത് ബോണാണോ പൊട്ടിയിരിക്കുന്നത് ആ ബോൺ ശരിയാക്കി കൊടുക്കാം. നെക്സ്റ്റ് ഒന്ന് ഹെമറ്റോമ ഷുഡ് ബി ഡ്രെയിൻഡ്. മേ ബി ഈ ഡിസ്ലൊക്കേറ്റഡ് ബോൺ സെപ്റ്റൽ ഫ്രാഗ്മെൻറ്റ്സ് കൊണ്ട് മേ ബി ഹെമറ്റോമ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇറ്റ്സ് അനദർ ട്രീറ്റ്മെൻറ്റ് മോഡാലിറ്റി. ഹെമറ്റോമ ഷുഡ് ബി ഡ്രെയിൻഡ്. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ കോംപ്ലിക്കേഷൻസ് ഓഫ് ദ ഫ്രാക്ചർ ഓഫ് നേസൽ സെപ്റ്റം. സോ നമുക്കറിയാം ഫ്രാക്ചർ നേസൽ സെപ്റ്റം ബോണിൽ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ ദാറ്റ് മേ കോസ് some kinds of bleeding. So bleeding in like then maybe there is a chance to aspirate it into the lungs like aspiration സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. So if injuries are ignored, they would result in deviation of the cartilaginous nose and asymmetry of the nasal tips or nostrils. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഇഞ്ചുറീസ് സെപ്റ്റൽ ഡീവിയേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ നേസൽ സെപ്റ്റൽ ഡീവിയേഷൻ ആൻഡ് asymmetry of the nasal tips are the complication of the nasal fracture. Then we can move on deviated nasal septum. So nasal septal deviation ആണ്. So it is an important cause of nasal obstruction. സാധാരണഗതിയിൽ ഈ DNS ആണ് ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് നേസൽ ഒബ്സ്ട്രക്ഷൻ ആയിട്ട് പറയുന്നത്. എ ഡീവിയേറ്റഡ് സെപ്റ്റം ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ നേസൽ സെപ്റ്റം, ഇറ്റ് മീൻസ് നേസൽ സെപ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബോൺ ആൻഡ് കാർട്ടിലേജ് ദാറ്റ് ഡിവൈഡ് ദ നേസൽ ക്യാവിറ്റി ഓഫ് ദ നോസ്. സോ നേസൽ സെപ്റ്റം ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ സപ്പോർട്ടിംഗ് ദ ലോവർ പോർഷൻ ഓഫ് ദ എക്സ്റ്റേണൽ നോസ്. Deviated nasal septum is defined as a physical disorder of the nose involving a displacement of nasal septum. So deviated nasal septum എന്ന് പറയുന്നത് is the condition in which displacement of nasal septum. നോസിൻ്റെ ഈ നേസൽ സെപ്റ്റത്തിൻ്റെ ഡീവിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറയുന്നത്. ഈ നേസൽ സെപ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബോൺ ആൻഡ് കാർട്ടിലേജ് ദാറ്റ് ഡിവൈഡ് ദ നേസൽ ക്യാവിറ്റി ഓഫ് ദ നോസ്. കുറച്ച് ബോണൊന്നും കുറച്ച് കാർട്ടിലേജിനും കൊണ്ടും ഉണ്ടാക്കിയൊരു സ്ട്രക്ചറാണ് നേസൽ സെപ്റ്റം എന്ന് പറയുന്നത്. So it's a definition. And then we can move on causes. Causes mainly trauma, developmental factors, congenital factors, then congenital factors, hereditary factors and racial factors. In such causes, trauma means injury. Trauma and errors of the development are two important factors that causation of deviated
septum. So trauma is a primary cause, that is the injuries to the nose commonly occurring childhood. Example, lateral blow of the nose. A lateral blow on the nose may cause displacement of septal cartilage from vomerine groove and maxillary crest. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ നോസിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്താണ് ലാറ്ററൽ പോർഷനിൽ ഒരു അടി എത്തുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ചതവ് പറ്റുമ്പോഴോ അല്ലെങ്കിൽ ട്രോമ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റമായി പോകുന്നത്. ദെൻ ഇതാണ് ട്രോമ എന്ന് പറയുന്നത്. ദിസ് ഇഞ്ചുറീസ് ആർ മോസ്റ്റ് കോമൺലി ചൈൽഡ്ഹുഡ്. ദ നെക്സ്റ്റ് വൺ ഇസ് ഡെവലപ്മെന്റൽ കോസ്. ഡെവലപ്മെന്റൽ കോസ് എന്ന് പറയുന്നത് നമ്മളെ ഡെവലപ്മെന്റൽ ഗ്രോത്ത് എൻ്റെ സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, അൺഈക്വൽ ഗ്രോത്ത് ബിറ്റ്വീൻ പാലേറ്റ് ആൻഡ് ബേസ് ഓഫ് ദി സ്കൽ ഓൾസോ കോസ് ബക്ലിംഗ്. സോ അതാണ് ഡെവലപ്മെന്റൽ എറേഴ്സ് എന്ന് പറയുന്നത്. നേസൽ സെപ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ടെക്ടോസെപ്റ്റൽ പ്രോസസ്സിലൂടെയാണ്. അപ്പോൾ അവിടെ ഈ ഡെന്റീഷൻ ഡ്യൂറിങ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡെന്റീഷൻ ഫർദർ ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് ഇൻ ദ പാലറ്റ്. സോ ഏതെങ്കിലും ഡെന്റീഷൻ്റെ ഈ ഡെവലപ്മെന്റൽ സമയത്തെങ്ങാനും എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് പാലറ്റിന് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മേ ബി അഫക്ട് ദ നേസൽ സെപ്റ്റം ഡീവിയേഷൻ. തേർഡ് കോസ് hereditary causes, congenital causes. So congenital means during the period of intrauterine period. So abnormal intrauterine forces can cause compressive forces on the nose and upper jaw. This may be cause deviated nasal septum. ചിലപ്പോൾ നമ്മൾ പൊസിഷനിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, അതായത് ഇൻട്രായൂട്രൈൻ പോസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ പ്രഷർ, ഈ നേസൽ ബ്രിഡ്ജിൽ വരുന്ന പ്രഷർ ചിലപ്പോൾ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മേ ബി ലീഡ് ടു DNS. സോ സിമിലർലി ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും ഒക്കെ ഈ ഹെറിഡിറ്ററി കോസസ് തന്നെയാണ്. ദെൻ റേഷ്യൽ ഫാക്ടേഴ്സ് മീൻസ് മൗത്ത് ബ്രീത്തേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, കൊക്കേഷ്യൻസ് ഒക്കെ ആർ മോസ്റ്റ് അഫക്റ്റഡ്. ഇത്തരം ആൾക്കാർക്ക് ഈ DNS വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതും കൂടി നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. Then we can move on. Clinical manifestations. Clinical features can be involved at any age and affected any sex. ഏത് ആൾക്കും വരാം. ഇന്ന ആൾക്കും, അതായത് പൂർണ്ണമായിട്ടും ഒരു മെയിലിനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു ഫീമെയിൽസിനോ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമല്ല. പക്ഷേ males are more affected than females. So ബാക്കിയുള്ള clinical manifestations are headache. പ്രഷർ ഹെഡേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ആവുന്ന സമയത്ത് ചിലപ്പം ലാറ്ററൽ വാൾ ഓഫ് ദ നോസിൽ ചിലപ്പോൾ പ്രഷർ ഉണ്ടാക്കി അങ്ങനെ ഹെഡേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നേസൽ ഒബ്സ്ട്രക്ഷൻസ്, അതായത് ഒരു ഭാഗത്തേക്ക് മാത്രം ചെരിവ് വരുന്ന സമയത്ത്, അതായത് depending on the type, it may be unilateral or bilateral. It is the most common symptom. Nasal obstruction എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ സിംറ്റം ആണ്. ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റത്തിനകത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു യൂണിലാറ്ററൽ അല്ലെങ്കിൽ രണ്ടിനും ബൈലാറ്ററൽ ആയിട്ടും ഒബ്സ്ട്രക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് വൺ ഇസ് സൈനസൈറ്റിസ്. ഡീവിയേറ്റഡ് സെപ്റ്റം മേ ബി ഒബ്സ്ട്രക്ട് സൈനസ് ഓസ്റ്റിയ. സൈനസ് ചിലപ്പോൾ ഒബ്സ്ട്രക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആസ് എ റിസൾട്ട് സൈനസൈറ്റിസ് വിൽ ബി ഡൺ. നെക്സ്റ്റ് വൺ ഇസ് എപ്പിസ്റ്റാസിസ്. Epistaxis means bleeding from the nose. That may be occur from pressure. ഏതെങ്കിലും തരത്തിലുള്ള പ്രഷർ ഓവർ ദ വീനസ് സപ്ലൈനകത്തൊക്കെ പ്രഷർ വരുന്ന സമയത്താണ് ഈ ഒരു ബ്ലീഡിങ് ഫ്രം നോസ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഇസ് അനോസ്മിയ. Anosmia means absence of total or partial loss of sense of smell is known as anosmia. മണക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അനോസ്മിയ എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ഉണ്ടാവുന്നത് ഫെയിലിയർ ഓഫ് ദ ഇൻസൈഡ് എയർ ടു റീച്ച് ഓൾഫാക്ടറി റീജിയൻ മേ റിസൾട്ട് ഇൻ ടോട്ടൽ ഓർ പാർഷ്യൽ ലോസ് ഓഫ് സെൻസ് ഓഫ് സ്മെൽ. ചിലപ്പോൾ നമ്മൾ ഈ DNS കാരണം വേണ്ടത്ര ഇൻസൈഡ് എയർ മുഴുവനായിട്ടും ഉള്ളിലേക്ക് എത്തി അത് നമ്മുടെ ഓൾഫാക്ടറി റീജിയനിലേക്ക് എത്താതെ വരികയും അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു, ദാറ്റ് മേ റിസൾട്ട് ഇൻ ടോട്ടൽ ഓർ പാർഷ്യൽ ലോസ് ഓഫ് അനോസ്മിയ. Loss of sense of smell, that is known as anosmia. Then middle ear infection means use taking maybe there is a connection between ear also. So അത് ഡയറക്റ്റ്ലി മിഡിൽ ഇയർ ഇൻഫെക്ഷനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഓഫ് കോഴ്സ് നമുക്കറിയാം ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എക്സ്റ്റേണൽ ഡീഫോമിറ്റി, അതായത് അയാളുടെ മൂക്കിങ്ങനെ വളഞ്ഞിരിക്കും.
ഇത്രയും കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? headache, nasal obstruction, sinusitis, epistaxis, anosmia, middle ear infections and external deformity. Next we can move on treatment. Treatment mainly focus on surgery. Surgical management മാത്രമേ നമ്മുടെ ഈ ഒരു ഡിസീസിലുള്ളൂ. Mainly there are two surgical management. One is submucous resection of nasal septum and another one is septoplasty. Submucous resection of nasal septum എന്ന് തിരിച്ച് വായിക്കണം കേട്ടോ. It is generally done in adult with local anesthesia. Usually submucous resection, അതായത് SMR ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡൽട്ടിനാണ് വിത്ത് ലോക്കൽ അനസ്തേഷ്യ ആണ് കൊടുക്കുന്നത്. It consists of elevating the mucopericontial and mucoperiosteal flap on either side of the septal chamber by a simple incision made on one side of the septum and removing the deflected part of the bony and cartilaginous septum and then repositioning the flap. So, നമ്മൾ ട്രീറ്റ്മെൻറ്റ് മൈനർ ഡിഗ്രി ഓഫ് ദ സെപ്റ്റൽ ഡീവിയേഷൻ വിത്ത് നോ സിംറ്റംസ് ആർ കോമൺലി സീൻ പേഷ്യൻസ് ആൻഡ് റിക്വയർസ് നോ ട്രീറ്റ്മെൻറ്റ്. യൂഷ്വലി നമ്മൾ കാണപ്പെടുന്ന മൈൽഡ് DNSനൊന്നും തന്നെ നമ്മുടെ ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെയും ആവശ്യം ഇല്ല. It is only when deviated septum produces mechanical nasal obstructions or the symptoms given above that an operation is indicated. ഏതെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് കാണപ്പെടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. അതിൽ ആദ്യത്തെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സബ്മ്യൂക്കസ് റിസെക്ഷൻ ഓപ്പറേഷൻ ആണ്, SMR ഓപ്പറേഷൻ. ഇറ്റ് ഈസ് ജനറലി ഡൺ ഇൻ അഡൽട്ട് പേഷ്യൻ്റ് ആണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എലിവേറ്റിംഗ് ദ മ്യൂക്കോപെരിക്കോൺട്രിയൽ ഫ്ലാപ്സ്. ഈ നേസൽ സെപ്റ്റത്തിൻ്റെ രണ്ട് സൈഡിലുമുള്ള മ്യൂക്കോപെരിക്കോൺട്രിയൽ ഫ്ലാപ്സ് നമ്മൾ തുറക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഡിഫ്ലക്റ്റഡ് പാർട്ട്, അതായത് ബോണി കാർട്ടിലേജിനസ് ആ സെപ്റ്റത്തിൻ്റെ ഡിഫ്ലക്റ്റഡ് പാർട്ട് മൊത്തമായിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് പിന്നെ റീപൊസിഷൻ ചെയ്യുന്നു. അതായത് മ്യൂക്കോപെരിക്കോൺട്രിയൽ ഫ്ലാപ്പ് റീപൊസിഷൻ ചെയ്യുന്നു. അപ്പോൾ അതാണ് സബ്മ്യൂക്കസ് റിസെക്ഷൻ ഓഫ് നേസൽ സെപ്റ്റം എന്ന് പറയുന്നത്. ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത്, അതായത് ഇത്തരം പ്രൊസീജിയർ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് നേസൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നതും എപ്പിസ്റ്റാസിസ് ഒക്കെ ഉണ്ടാക്കുന്നതുമാണ് പേഷ്യൻസിന് ബുദ്ധിമുട്ടാണ്. അതായത് മഴയ്ക്ക് ശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ടത്ര എയർ ഒന്നും ഇൻസ്പയർഡ് ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറയുന്ന ഈ ഡിസീസ് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സബ്മ്യൂക്കസ് റിസെക്ഷൻ ഓഫ് നേസൽ സെപ്റ്റമാണ് നമ്മൾ ഓപ്പറേഷനായിട്ട് പറയുന്നത്. ഇൻഡിക്കേഷൻസ് മനസ്സിലായി, അതെങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എലിവേറ്റിംഗ് മ്യൂക്കോപെരിക്കോൺട്രിയൽ ഫ്ലാപ്സ്. നമ്മുടെ സെപ്റ്റത്തിൻ്റെ രണ്ട് സൈഡായിട്ടുള്ള മ്യൂക്കോപെരിക്കോൺട്രിയൽ ഫ്ലാപ്സ് നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റുന്നു, നീക്കി വെക്കുന്നു. എന്നിട്ട് അതിനടിയിലുള്ള ഡിഫ്ലക്റ്റഡ് പാർട്ടായിട്ടുള്ള സെപ്റ്റം നമ്മൾ റിമൂവ് ചെയ്യുന്നു, ബോത്ത് ബോണി ആൻഡ് കാർട്ടിലേജിനസ് സെപ്റ്റം, ആൻഡ് ദെൻ റീപൊസിഷനിങ് ദ ഫ്ലാപ്പ്. ദെൻ കോൺട്രാഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് പേഷ്യൻറ്റ് is having ബ്ലീഡിംഗ് ഡിസോർഡേഴ്സുള്ള പേഷ്യൻ്റ് നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഇത് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അൺകൺട്രോൾഡ് DMും അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷനും ഡയബറ്റിസ് മെലിറ്റസും ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻറ്റും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഒന്നാമത്തെ സർജറിയാണ് സബ്മ്യൂക്കസ് റിസെക്ഷൻ ഓഫ് നേസൽ സെപ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തത് സെപ്റ്റോപ്ലാസ്റ്റിയാണ്. സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയുമ്പോഴത്തേക്കും കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസർവേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് സെപ്റ്റൽ സർജറി എന്ന് പറയുന്നത് സെപ്റ്റോപ്ലാസ്റ്റിയാണ്. ഇറ്റ്സ് എ കൺസർവേറ്റീവ് അപ്രോച്ച് ടു സെപ്റ്റൽ സർജറി. മാക്സിമം പ്രിസർവ് ചെയ്തതിന് ശേഷം ഡിസീസ്ഡ് പോർഷൻ മാത്രം കട്ട് ചെയ്ത് മാറ്റുന്ന പ്രൊസീജിയറാണ് സെപ്റ്റോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. കോമൺലി നമ്മൾ DNSന് യൂസ് ചെയ്യുന്ന സർജറി എന്ന് പറയുന്നത് സെപ്റ്റോപ്ലാസ്റ്റിയാണ്. സോ ഇൻ ദിസ് ഓപ്പറേഷൻ മച്ച് ഓഫ് ദ സെപ്റ്റൽ ഫ്രെയിംവർക്ക് റിട്ടൈൻ. എത്രമാത്രം സെപ്റ്റൽ ബോണി ആൻഡ് കാർട്ടിലേജിനസ് പോർഷൻ നമുക്ക് വെക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ പ്രിസർവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ സർജറി ചെയ്യുന്നുള്ളൂ. ആൻഡ് ഓൺലി ഡീവിയേറ്റഡ് പാർട്സ് ആർ റിമൂവ്. ഡീവിയേറ്റഡ് പാർട്സ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഡൺ ആഫ്റ്റർ ദ ഏജ് ഓഫ് 17 years. 17 yearsന് ശേഷമാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. ഇതും മറ്റേതുപോലെ തന്നെ നമ്മുടെ സബ്മ്യൂക്കസ് റിസെക്ഷൻ പോലെ തന്നെ എന്താണ്, മ്യൂക്കോപെരിക്കോൺട്രിയൽ ഫ്ലാപ്പ് ഇസ് ജനറലി റേഞ്ച്ഡ് ഓൺലി ഓൺ ദ വൺ സൈഡ് ഓഫ് ദ സെപ്റ്റം ആൻഡ് റിറ്റൈനിങ് the attachment and blood supply on the other.
Septoplasty has now almost replaced SMR operation. ഇപ്പോൾ നിലവിലുള്ളത് സെപ്റ്റോപ്ലാസ്റ്റിയാണ് നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നത്. സെപ്റ്റൽ സർജറി ഈസ് യൂഷ്വലി ഡൺ ആഫ്റ്റർ ദ ഏജ് ഓഫ് 17 years, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ആസ് നോട്ട് ടു ഇന്റർഫിയർ വിത്ത് ദ ഗ്രോത്ത് ഓഫ് നേസൽ സ്കെലറ്റ്. കാരണം നേസൽ സ്കെലറ്റൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 17 years എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ സെപ്റ്റൽ സർജറീസ് നമ്മൾ 17 yearsന് ശേഷം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കാം. താങ്ക്സ്. നോട്ട്സ് എഴുതിയെടുക്കാം.